ഹലോ രഞ്ജിനി. ഹലോ വിപിൻ, സുഖമായിരിക്കുന്നു. ഹൗ ആർ യു? ഐ ആം ഗുഡ്. എന്റെ അടുത്ത് പറഞ്ഞു വിപിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതില് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന വ്യൂവേഴ്സിന്റെ ഏറ്റവും സൂട്ടബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയെന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ ചോദിക്കാൻ. ഇടിവെട്ട് ചോദ്യമൊന്നും ചോദിക്കരുത്. ഇല്ല ഇല്ല, നോർമൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? നമ്മളിപ്പം ഇന്റർനെറ്റിലും മീഡിയാസിലും ഒക്കെ നമ്മൾ രഞ്ജിനി ഹരിദാസിനെ കുറിച്ചുള്ള ക്രിറ്റിസിസംസ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ. അതിന്റെ ഇൻ യുവർ ലൈഫ്, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ, രഞ്ജിനിയുടെ ജീവിതത്തിൽ അങ്ങനെ രഞ്ജിനി എന്ന പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് എന്തെങ്കിലും രസകരമായ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിനി ഹരിദാസിനെ എന്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഒരിക്കല് ഞാനാണെന്ന് വിചാരിച്ച് രഞ്ജിനിയുടെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേജില്. അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസ്, ഞാൻ രഞ്ജിനി ഹരിദാസ് ആണെന്ന് ഓർത്തിട്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഐഡിയ സ്റ്റാർസിങ്ങൾ നന്നാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് അങ്ങനത്തെ ഒരു മാറിപ്പോകൽ ഉണ്ടായിട്ടുണ്ട്. കുറെ പേര് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് വെരി റോങ്. എനിക്ക് അത് ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു തരാത്തൊരു കാര്യമാണ്. കാരണം ഭയങ്കര വ്യത്യാസമാണ് ഞങ്ങൾ രണ്ടുപേരും. ചിലപ്പോ രണ്ടുപേരും ജീൻസ് ഇടുന്നതുകൊണ്ട് തോന്നിയ ഒരു സംഭവമായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരിക്കല് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന പേരിൽ എനിക്ക് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തവര് രഞ്ജിനി ജോസിന് പകരം രഞ്ജിനി ഹരിദാസ് എന്നാണ് എടുത്തതെന്ന്. അതെങ്ങനെ അവര് യാത്ര ചെയ്യാൻ സമ്മതിച്ചു എന്ന് എനിക്കറിയില്ല. നോർമലി എയർപോർട്ട് അതോറിറ്റീസ് അങ്ങനെ സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് ഐ ഹാഡ് ടു ലിറ്ററലി ട്രാവൽ അണ്ടർ ഹെർ നെയിം, which was a little weird. ഞാൻ പറയുകയും ചെയ്തു. അല്ലാണ്ട് മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പൊ റെഡ് ചില്ലീസ് എന്ന മൂവിയില് വളരെ പ്രധാനമുള്ള ഒരു റോൾ ചെയ്തിരുന്നല്ലോ രഞ്ജിനി. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതൊരു ക്രേസ് എന്ന രീതിയിൽ ചെയ്തേ ഉള്ളോ, അതോ ഇനി മലയാള സിനിമയിൽ അഭിനയിക്കുമോ? ഇല്ല, എനിക്ക് അഭിനയിക്കാൻ ക്രേസേ ഇല്ലാത്ത ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്നെ ഒരുപാട് പേര് നിർബന്ധിച്ചിട്ട് ചെയ്താ. അതിന്റെ പ്രൊഡക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് അരോമ മോഹൻ ചേട്ടനായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് AK സാജൻ ചേട്ടൻ, പിന്നെ ഡയറക്ടർ ഷാജി കൈലാസ് സർ. ഒരു 3 പേരും കൂടെ ചെയ്യൂ. കാരണം രഞ്ജിനി എന്തായാലും അതിലൊരു പാട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റോൾ ആണെങ്കിലും ഒരു ബാൻഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ബാൻഡിന്റെ ഹെഡ് എന്നുള്ള രീതിയിൽ സംഭവമാണ്. അപ്പൊ രഞ്ജിനി ചെയ്ത് കഴിഞ്ഞാൽ രഞ്ജിനിക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. നല്ല ആറ്റിറ്റ്യൂഡ് സബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനും വിചാരിച്ചു ശരിയാണല്ലോ, ഒരു പാട്ട് ഉണ്ട് ഓൾറെഡി, അപ്പൊ നമുക്ക് അതിൽ അഭിനയിച്ച് പാടാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ഇറ്റ് ബി നൈസ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഓഫ് ഹാൻഡ് യെസ് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതല്ല. ഒരിക്കലും അതിനെപ്പറ്റി ഒരു സെക്കൻഡ് തോട്ടോ ഒരുപാട് ചിന്തിച്ചിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. നന്നായിരുന്നു, നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. How was it? You got to talk to Ranjini. Very excited and very good. Very nice to talk to her. Thank you. Very nice to talk to you too. Oh, thank you, Ranjini. Yeah, see you. Actually, see you. Bye. Okay, bye. Have a nice day. Bye. Thank you. You too. Bye. Thank you.